Hello children. Today we are going to discuss the poem Mending Wall written by Robert Frost. Robert Frost is an American poet. അദ്ദേഹത്തിൻ്റെ വെരി ഫേമസ് വർക്കാണ് മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ പോം. അപ്പം ആക്ച്വലി ദിസ് പോയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം യുവർ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. കേരള സ്റ്റേറ്റ് സിലബസ് ബോർഡ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോയമാണിത്. സോ നമുക്ക് ലൈൻ ബൈ ലൈൻ ഇതിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്യാം. ടു സ്റ്റാർട്ട് വിത്ത് വാട്ട് യു മീൻ ബൈ മെൻഡിങ്? ടൈറ്റിൽ മെൻഡിങ് വാൾ എന്നാണല്ലോ. സോ മെൻഡിങ്, വാട്ട് യു മീൻ ബൈ മെൻഡിങ്? മെൻഡിങ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്? മെൻഡിങ് മീൻസ് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ടു ഫിക്സ് ഇറ്റ്. തകർന്നു പോയ എന്തിനെയോ നമ്മൾ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് മെൻഡിങ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. സോ മെൻഡിങ് എ വാൾ, അപ്പോൾ ഒരു മതിലിനെയോ ഒരു ഭിത്തിയെയോ നമ്മൾ മെൻഡ് ചെയ്യുകയാണ്, അതിനെ നമ്മൾ ശരിയാക്കി എടുക്കുകയാണ് അല്ലേ. അപ്പം എൻറ്റയർലി ഈ പോയം രണ്ട് പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ 2 പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വാളിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെൻഡ് ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതിനെ നമ്മൾ ശരിയാക്കി എടുക്കുവാണ്. ആൻഡ് വാൾ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മളുടെ ഇടയിൽ, മതിലുകൾ നമ്മുടെ ഇടയിൽ, സെപ്പറേഷൻസ് നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നല്ലതാണോ എന്നൊരു ചോദ്യം കൂടെ ഈ ഒരു പോയം നമ്മളെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ പോം. Something there is that doesn't love a wall, that sends the frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. So the poet is saying that something is there, എന്തോ ഒന്നുണ്ട് അവിടെ, that doesn't love a wall, ഈ മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. And it is sending the frozen ground സ്വെൽ അണ്ടർ ഇറ്റ്, അതായത് തണുത്ത് മരവിച്ച് ഉറങ്ങി കിടക്കുന്ന, അതായത് വിൻ്റർ സീസണാണ്, അവിടെ മരവിച്ച് കിടക്കുന്ന ഭൂമിയിലെ അടിയിൽ നിന്ന് എന്തോ ഒന്ന്, ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാരണം ഈ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന അപ്പർ ബൗൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സ്റ്റോൺ, വലിയ കല്ലുകളാണ്. അപ്പോൾ ഈ മതിൽ കല്ലുകൾ ഇങ്ങനെ മേലെ മേലെ കയറ്റി വെച്ച് ഉണ്ടാക്കിയ കല്ലാണ്. നോട്ട് ദ കോൺക്രീറ്റ് വാൾ നൗ വി സീ. ഇപ്പം നമ്മൾ കൊണ്ട് സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ മതിലല്ല ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇപ്പം പഴയ വില്ലേജ് സൈഡിലൊക്കെ കാണുന്ന കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ച് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ടെമ്പററി വാൾ മാത്രമാണത്. അപ്പം ഭൂമിയുടെ അടിയിലുള്ള പ്രകൃതിയിലെ എന്തോ ഒന്നിന് ഈ മതിലിനെ ഇഷ്ടമല്ല, അത് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന കല്ലുകളെ തട്ടി താഴെ ഇടുന്നുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. ആൻഡ് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ മുകളിലത്തെ കല്ലുകൾ വീണിട്ടുണ്ടാവുന്ന ഗ്യാപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ ഗ്യാപ്പിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഈ ഗ്യാപ്പിലൂടെ 2 പേർക്ക് അബ്രസ്റ്റ്, നെഞ്ച് വിരിച്ച് സുഖമായിട്ട് പാസ് ചെയ്യാൻ കഴിയത്തക്ക വണ്ണമുള്ള അത്രയും വലിയ ഗ്യാപ്പാണ് അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്. So the work of hunters is another thing. I have come after them and made repair where they have left not one stone on a stone. പോയിട്ട് പറയാണ്, ഹണ്ടേഴ്സ് പോയി കഴിഞ്ഞാൽ, ഈ വഴി ഹണ്ടേഴ്സ് പോയി കഴിഞ്ഞാൽ കാര്യം വേറെ തന്നെയാണ്. ഓരോ പ്രാവശ്യം ഈ ഹണ്ടേഴ്സ് പോകുമ്പോഴും പോയിട്ട് പിന്നാലെ ചെന്ന് റിപ്പയർ ചെയ്യുകയാണ് ഈ വാൾ. കാരണം എന്താണ്? അവർ ഈ സ്റ്റോണിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ താഴെ അവർ പോകുമ്പോൾ തട്ടി താഴെ ഇടുന്ന സ്റ്റോൺസ് അവർ തിരിച്ച് വയ്ക്കുന്നില്ല. പോയിട്ടാണ് ഓരോ പ്രാവശ്യവും പോയിട്ട് അത് റിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹണ്ടേഴ്സ് പോയതിന് ശേഷം പോയിട്ടിന് വീണ്ടും അവിടെ ചെന്ന് ഈ വാള് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നു. ഇൻസ്റ്റെഡ് ഹണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഹണ്ടർ പാക്കിൻ്റെ കൂടെ എപ്പോഴും ഡോഗ്സ് ഉണ്ടാവും, നമുക്കറിയാം, വേട്ട നായ്ക്കളുണ്ടാവും. അപ്പം അവരെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹണ്ടേഴ്സ് എന്ത് ചെയ്യുന്നു? But they would have the rabbit out of hiding to please the yelping dogs. So ഈ ഗ്യാപ്സിലൊക്കെ ഒളിച്ചിരിക്കുന്ന റാബിറ്റുകളെ ഈ യെൽപ്പിംഗ് ഡോഗ്സിന് കുറയ്ക്കുന്ന ഇങ്ങനെ ഈ ഡോഗ്സിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അതുവഴി ഇങ്ങനെ ഈ ഹണ്ടേഴ്സ് ഉണ്ടാകുന്ന ഗ്യാപ്സ് അല്ല പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. പോയിട്ട് പറയാണ്, ഇങ്ങനെ ഹണ്ടേഴ്സ് ഉണ്ടാകുന്ന, റാബിറ്റ് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന
ഈ ഗ്യാപ്സ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഗ്യാപ്പുകൾ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന്, ഇതുവരെ ആരും കേട്ടിട്ടുമില്ല അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന്. പക്ഷേ അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം, എല്ലാ സ്പ്രിംഗ് സീസണിലാണ് ഇവർ വാൾ മെൻഡ് ചെയ്യുക, റിപ്പയർ ചെയ്യുക. ആ സമയത്ത് അവർക്ക് എപ്പോഴും ഇത്തരം ഗ്യാപ്സുകൾ അവിടെ നിറയെ കാണാൻ പറ്റുമായിരുന്നു. സോ പോയിട്ട് വി ഫൈൻഡ് ദം ദെയർ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ പോയിട്ട് ഒറ്റയ്ക്കാണോ? അല്ല, വേറെ ആരോ കൂടെ ഉണ്ട്. സോ നമ്മൾ അടുത്ത ക്യാരക്ടറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ and on a day we mean to walk the line and set the wall between us once again. സോ പോയിട്ട് എന്താ പറയുന്നത്? ഞാൻ ബിയോണ്ട് ദ ഹില്ലിൽ താമസിക്കുന്ന, കുന്നിനപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ നെയ്ബറിനെ ഈ കാര്യം അറിയിക്കാറുണ്ട്. ഈ കാര്യം അറിയിച്ചിട്ട് ഞങ്ങളൊരു ദിവസം മീറ്റ് ചെയ്യും. എന്നിട്ട് വി സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഇടയിലുള്ള ഈ വാൾ ഞങ്ങൾ ബിൽഡ് ചെയ്തെടുക്കും. ഒന്നും കൂടെ അത് സെറ്റ് ചെയ്യും. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. ഞങ്ങളിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് ഞങ്ങളിങ്ങനെ ഈ വാൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്. രണ്ട് ഭാഗത്തേക്കായിട്ട് വീണ് കിടക്കുന്ന വലിയ കല്ലുകളെ ഞങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും എടുത്തിട്ട് അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കും. നൗ പോയിട്ട് ആ ബൗൾഡേഴ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്റ്റോണിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. And some are lobes and some so nearly balls. We have to use a spell to make them balance. പോയിട്ട് പറയാണ്, ആ ബൗൾഡേഴ്സ് തിരിച്ചു വയ്ക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ചിലത് ലോബ്സ് പോലെ, ചതുര കട്ടുകൾ പോലെയും, ചിലത് ബോൾസ് പോലെ ഉരുണ്ട കല്ലുകളായിരിക്കും. അപ്പോൾ അത് തിരിച്ചു വെക്കണമെങ്കിൽ വി ഹാവ് ടു സ്പെൽ സം മാജിക്. ഞങ്ങൾക്ക് എന്തെങ്കിലും മാജിക്കോ മന്ത്രമോ ഒറ്റ പറഞ്ഞിട്ട് വേണം അത് വെക്കാൻ. അത്രയും കെയർഫുള്ളായി വെച്ചാൽ മാത്രമാണ് അത് ബാലൻസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പം അത്രയും ടയർസം ആയിട്ടുള്ളൊരു പണിയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയിട്ട് കുറച്ച് പോയിറ്റിക് ലാംഗ്വേജിൽ പറയാണ്. അങ്ങനെ ഒരു സ്പെല്ല് ഇവർ പറയണമല്ലോ, ഒരു മാജിക് മന്ത്രം പറഞ്ഞിട്ട് വേണം അത് വെക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറയുന്ന മന്ത്രം എന്താണ്? സ്റ്റേ വെയർ യു ആർ അൺടിൽ അവർ ബാക്ക്സ് ആർ ടേൺഡ്. ഞങ്ങൾ തിരിഞ്ഞു നിന്നാൽ എവിടെ തന്നെയാണോ അവിടെ തന്നെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓരോ കല്ലും എടുത്ത് വെക്കുന്നത്. കൂടാതെ വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദെം. ഞങ്ങളിങ്ങനെ കല്ലെടുത്ത് വെച്ച് ഞങ്ങളുടെ ഫിംഗേഴ്സ്, വിരലുകളെല്ലാം ഭയങ്കര റഫായിട്ട് മാറിയിട്ടുണ്ട്. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം വൺ ഓൺ എ സൈഡ്. പോയിട്ട് പറയാണ്, ഇതൊരു ഔട്ട്ഡോർ ഗെയിം പോലെ തന്നെ ആയിപ്പോയി. എന്തോ ഒരു കളി ചെയ്യുന്ന പോലെയാണ്, ഇപ്പോൾ ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ്. ഒരാളൊരു ഭാഗത്ത് ഇതിങ്ങനെ എടുത്തു വയ്ക്കുന്നു, മറ്റേ ഭാഗത്ത് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു. ഇറ്റ് കംസ് ടു എ ലിറ്റിൽ മോർ ദർ വേർ ഇറ്റ് ഇസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. പോയിട്ട് പറയാണ്, ഇതിലെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തിൻ്റെ ആവശ്യമില്ല? വാളിൻ്റെ ആവശ്യമേ ഇല്ല. ഹീസ് ഓൾ പൈൻ ആൻഡ് ആം ഓർ ആപ്പിൾ ഓർ ചാഡ്. അദ്ദേഹത്തിൻ്റെ എല്ലാം ഹീസ് ഓൾ പൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് പോയിറ്റിക് ഡിവൈസാണ്. നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ നമുക്ക് ഇതിലെ പോയിറ്റിക് ഡിവൈസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഹീസ് ഓൾ പൈൻ, അദ്ദേഹം പൈനാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഹീസ് ഓൾ പൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ എല്ലാം പൈൻ വൃക്ഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സൈഡിൽ ലാൻഡിലെല്ലാം പൈൻ വൃക്ഷങ്ങളാണ്. ആൻഡ് ആം ആപ്പിൾ ഓർച്ചാർഡ്, എൻ്റെ തോട്ടത്തിൽ ഫുൾ എന്താണ്? ആപ്പിൾ മരങ്ങളാണ്. സോ ദ പോയിറ്റ് ഈസ് സ്ട്രെസ്സിങ് ഓൺ ദ പോയിന്റ് ദാറ്റ് വി ആർ ഗ്രോയിങ് എൻറ്റയർലി ടു ഡിഫറെൻറ്റ് വെജിറ്റേഷൻ. നമ്മൾ രണ്ടുപേരും ഗ്രോ ചെയ്യുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സാണ്. അപ്പം ഒരിക്കലും മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ് ഐ ടെൽ ഹിം. അദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഗാർഡനിലുള്ള ആപ്പിൾ ട്രീസ് ഒരിക്കലും ഇവിടുന്ന് അപ്പുറത്തേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പൈൻ കോൺസ് ഒന്നും എടുത്ത് കഴിക്കില്ല. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയാറുണ്ട്. അതായത് നമ്മൾ കാറ്റിലിനെയോ വല്ല പെറ്റ്സിനെയോ ഒന്നും അല്ല പശുക്കളെയോ മാടുകളെയോ ഒന്നും നമ്മൾ വളർത്തുന്നില്ല. സോ നമ്മൾക്കിടയിൽ ഇങ്ങനെ ഒരു മതിലിൻ്റെ ആവശ്യം എന്താണെന്ന് ഇൻഡയറക്റ്റ്ലി നമ്മുടെ പോയിന്റ് നെയ്ബറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. He only says, good fences make good neighbors. Spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. അപ്പോൾ പോയിട്ട് പറയാണ്, ഇങ്ങനെ
നമ്മൾ എന്തിനാണ് ഇങ്ങനെ വാൾ കെട്ടുന്നത്, നിങ്ങളുടെ എൻ്റെ ആപ്പിൾ നിങ്ങളുടെ പൈനും അല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പം നെയ്ബർ തരുന്ന റിപ്ലൈ എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുണ്ടായാലേ നല്ല അയൽക്കാരുണ്ടാവുള്ളൂ എന്നൊരു ആപ്തവാക്യം, സ്ഥിരമായിട്ടുള്ള ഒരു പണ്ടോട്ടേ പറയുന്ന ഒരു സാധനം അദ്ദേഹം ഇങ്ങനെ കൂൾഡായിട്ട് റിപ്ലൈ തരും നെയ്ബർ. സ്പ്രിങ് എപ്പോഴും ഇവരുടെ ഇടയിൽ, സ്പ്രിങ് ടൈം ആണല്ലോ ഇവരുടെ മെൻറ്റിങ് ടൈം. അപ്പോൾ ഈ ടൈമിലാണ് പോയിറ്റിന് എപ്പോഴും ഇങ്ങനെ മിസ്ചീഫായിട്ട്, അതായത് ഓരോരോ തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തോന്നിപ്പോവുക. കാരണം ഈ മെൻഡ് ചെയ്യുന്ന സമയത്ത് പോയിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വരും. പോയിറ്റ് പറയാണ്, ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് കയറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എങ്ങനെ? വൈ ഡു ദേ മേക്ക് ഗുഡ് നൈബേഴ്സ്? എങ്ങനെയാണ് അത് നല്ല നൈബേഴ്സ്, നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നത്? ഈസൻറ്റ് ഇറ്റ് വെർ ദർ ആർ കൗസ്? സത്യം പറഞ്ഞാൽ കൗസോ അങ്ങനെ എന്തെങ്കിലും കാറ്റിലോ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ മതിൽ കെട്ടിയാലും നല്ല അയൽക്കാരുണ്ടാവുള്ളൂ. നമ്മുടെ പശു അങ്ങോട്ട് പോയി അത് തിന്നു ഇത് തിന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുള്ളൂ. ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. ഇവിടെ പശുക്കളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തിനാണ് ഈ വാൾ? ബിഫോർ ഐ ബിൽഡ് a wall, I would ask to know what I was walling in or walling out. ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സ്ലൈഡിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു സ്ലൈഡ്, ഈ ഒരു ലൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട്, ഇതൊക്കെ നിങ്ങൾ നല്ല ക്രൂഷ്യലായിട്ട് പഠിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പോയിട്ട് വരാണ് എപ്പോഴും ഇങ്ങനെ ഈ വാൾ, ഈ മതിലുണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ചോദിക്കാൻ തോന്നും, ഐ വോണ്ട് ടു നോ, എനിക്ക് അറിയാൻ തോന്നും, വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാട്ട് വാളിങ് ഔട്ട്. അപ്പം എന്താണ് ഞാൻ ഈ മതിലിൽ ഉണ്ടാക്കി അകത്ത് വെക്കുന്നത്, എന്താണ് ഞാൻ പുറത്താക്കുന്നത്, എന്താണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും എന്തിൽ നിന്നാണ് ഞാൻ ഈ മതിൽ കെട്ടിയിട്ട് അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വാളിങ് ഇന്നും വാളിങ് ഔട്ടും. ഓക്കെ, ആൻഡ് ടു ഹും ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്. ഇങ്ങനെ വാൾ കെട്ടുന്നതിലൂടെ ഞാൻ ആരാണ് ഒഫൻഡ് ചെയ്യുന്നത്, ആരോടാണ് ഞാൻ ഈ ശത്രുത കാണിക്കുന്നത്, ഈ സെപ്പറേഷൻ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. അപ്പം പ്രകൃതിയിൽ എന്തോ ഒന്നുണ്ട്, അതിന് ഈ വാൾ, ഈ ഭിത്തി ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ ഭിത്തി ഇടയ്ക്ക് ഇങ്ങനെ തട്ടി താഴെ വീഴുന്നത്. ഐ കുഡ് സേ എൽപ്സ് ടു ഹിം. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, താഴെ ഇടുന്നത് കുട്ടി ചാത്തന്മാരോ, എൽപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മിത്തോളജിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ നമ്മൾ ചാത്തന്മാരെന്നൊക്കെ പറയുന്ന പോലെ. ബട്ട് ഇറ്റ് നോട്ട്സ് എൽപ്സ് എക്സാക്ട്ലി. നമുക്ക് നന്നായിട്ട് അറിയാം ഈ ചാത്തന്മാരും ഒന്നുമല്ല ഇങ്ങനെ തട്ടി താഴെ ഇടുന്നതെന്ന്. ആൻഡ് ഐ വുഡ് റാദർ ഹീ സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. ഇതിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ലെറ്റ് ഹിം സേ ഇറ്റ് ഫോർ ഹിംസെൽഫ്. അദ്ദേഹം തന്നെ അത് പറയട്ടെ. I see him there, bringing a stone grasped firmly by the top in each hand like an old stone savage armed. അപ്പം പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം പോയിറ്റിന് അദ്ദേഹത്തിൻ്റെ നെയ്ബറിനെ കാണുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് കയ്യിലും വലിയ കല്ലുകൾ ഇങ്ങനെ ഏന്തി വരുന്ന ഓൾഡ് സ്റ്റോൺ സാവേജ്, പ്രാകൃത മനുഷ്യനെ പോലെ രണ്ട് കയ്യിലും നമ്മുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളൊക്കെ ഏന്തി നടക്കുന്ന പ്രാകൃത മനുഷ്യനെ പോലെയാണ് പോയിറ്റിന് നെയ്ബറിനെ കാണുമ്പോൾ തോന്നുന്നത്. He moves in darkness as it seems to me, not of woods only and the shade of trees. അപ്പം അദ്ദേഹം നോക്കുമ്പം ഇരുട്ടിലിങ്ങനെ നീങ്ങുന്ന ഒരു മനുഷ്യനെ പോലെയാണ് നെയ്ബറിനെ കാണുമ്പോൾ തോന്നുന്നത്. എന്തിൻ്റെ ഇരുട്ടാണ്? ഈ മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ടുള്ള, മരങ്ങളുടെ ഷെയ്ഡ് കൊണ്ടുണ്ടാവുന്ന ഇരുട്ടൊന്നും അല്ല. He will not go behind his father's saying. അപ്പം ഇവിടെ ഈ ഡാർക്ക്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇരുട്ടിനെയാണ്. നൈബറിൻ്റെ മനസ്സിലുള്ള ഈ സെപ്പറേഷൻ എന്നുള്ള ചിന്താഗതിയെയാണ്, ഈ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയാണ് ഇവിടെ ഈ ഡാർക്ക്നെസ് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭയങ്കര ഓൾഡ് സാവേജ്, അതായത് പ്രാകൃത മനുഷ്യനാണ് എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സീയിങ്. അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ പറഞ്ഞ ആ വാക്കിനപ്പുറത്തേക്ക് മറികടക്കാനുള്ള ഒരു ധൈര്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ നൈബർ എന്നാണ് പോയിറ്റ് പറയുന്നത്. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. ഹി സേസ് അഗൈൻ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം തന്നെയാണ് നെയ്ബർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ലതാണ്, വേരി നല്ലതാണ്,
നല്ല വേലി ഉണ്ടായാലേ നല്ല അയൽക്കാരുണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു പഴയ ചിന്താഗതി എട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ നെയ്ബർ. നമ്മളിനി പോയറ്റിക് ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി മെറ്റഫർ ആൻഡ് സിമിലി, ഇത് രണ്ടുമാണ് ഒരുപാട് വട്ടം ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, മെറ്റഫർ നിങ്ങൾക്കറിയാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് മെറ്റഫർ. ആസും ലൈക്കും പോലുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിനെ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ. സോ ഇവിടെ 3 മെറ്റഫേഴ്സാണ് ഈ പോയത്തിൽ പ്രീഡോമിനൻ്റ് ആയിട്ട് കാണാനുള്ളത്. ഫസ്റ്റ് വൺ, ബൗൾഡേഴ്സ് അല്ലെങ്കിൽ ബിഗ് സ്റ്റോണിനെ ലോബ്സ് എന്ന് വെച്ചാൽ സ്ക്വയർ, ബ്രെഡിൻ്റെ ലോഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ, ഷേപ്പുള്ള സാധനത്തിന് ബ്രെഡിൻ്റെ ലോഫൊക്കെയാണ് മെയിനായിട്ട് പറയുക, അതിനായിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നെ ബോൾസുമായിട്ട് പന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു ടു ഷോ ദെയർ ഡിഫറെൻറ്റ് സൈസസ്, ഷേപ്പ് ആൻഡ് സൈസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പാരിസൺ. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, യൂസസ് ദ വാൾ ടു സിംപലൈസ് ബൗണ്ടറീസ് ബിറ്റ്വീൻ പീപ്പിൾ. ആളുകൾക്കിടയിലുള്ള ബൗണ്ടറീസിനെ സിംപലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിനെ തന്നെ യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, കമ്പയർസ് ആപ്പിൾസ് ആൻഡ് പൈൻസ് ടു റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വേൾഡ് വ്യൂ. 2 പെർസ്പെക്റ്റീവിന് അല്ലെങ്കിൽ വേൾഡ് വ്യൂസ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂവിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആപ്പിൾ പൈൻ, മൈനസ് ആപ്പിൾ ഓർച്ചേർഡ് ആൻഡ് ഹിസ് പൈൻ എന്ന് പറഞ്ഞല്ലോ, 2 ഡിഫറെൻറ്റ് ക്രോപ്സാണ്, 2 എൻറ്റയർലി ഡിഫറെൻറ്റ് തോട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മെറ്റഫർ കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെറ്റഫേഴ്സ്. നെക്സ്റ്റ് വൺ, സിമിലി. ആസ്, ലൈക്ക് പോലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുക, അതാണ് സിമിലി. ഓക്കെ, ഹിയർ കമ്പയർസ് ദ നെയ്ബർ ടു എ സ്റ്റോൺ ഏജ് സാവേജ്. അതായത് പ്രാകൃത മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ലൈക്ക് സ്റ്റോൺസ് ഏജ് സാവേജ് എന്നാണ് അതിൽ പറയുന്നത്. ലൈക്ക് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമിലിയാണ്. സിമിലി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. താങ്ക് യു.